കുട്ടികളോടാണ് രണ്ട് വാക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കൂടിയുള്ളതാണല്ലോ ഈ ലോകം. കുട്ടികളായ നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ചരിത്രം പൂർത്തീകരിക്കാനാവില്ല, വർത്തമാനകാലവും പൂർത്തീകരിക്കാനാവില്ല. അഥവാ നമ്മൾ കൂടിയുള്ളതാണ് ഈ ലോകമെന്ന് പറയുന്നത്. ലോകത്ത് വലിയ വലിയ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നതിൽ നമ്മൾ കുട്ടികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് താരങ്ങളുടെ നിരയിൽ കുട്ടികളുണ്ട്. വലിയ വലിയ കോഡിംഗ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമ്മൾ കൂടിയുള്ളതാണ് ഈ ലോകമെന്ന് പറയുന്നത്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊക്കെ കളി ഇഷ്ടപ്പെടുന്നവരാണ്. കളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ പട്ടിക നമ്മൾ നിരത്തുമ്പോൾ അതിൽ സ്പെയിനിൻ്റെ ലാമിൻ യമാൽ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ നമുക്ക് കാണാം. എന്നല്ല, ആ വേൾഡ് കപ്പിൻ്റെ ന്യൂക്ലിയസ് പോയിൻ്റായി ആ പയ്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അഥവാ വർത്തമാനകാലത്ത് നമ്മൾ കൂടിയാണ് ചരിത്രത്തെ രചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ലോകത്ത് ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ ചരിത്രത്തിലും കുട്ടികളുടെ പദവികളും സ്ഥാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അലി ഇബ്നു അബി ത്വാലിബ് എന്ന് പറയുന്ന 12 വയസ്സുള്ള പയ്യനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നവരിൽ ഒരാൾ എന്നത് നമുക്കറിയാം. ഉസാമ ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ ഉണ്ടായിരിക്കെ യുദ്ധത്തിൻ്റെ നായകത്വം ഏൽപ്പിക്കപ്പെടുന്നത്. അഥവാ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും കുട്ടികളുടെ സ്ഥാനം, കുട്ടികളുടെ പദവി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. ആ കുട്ടികൾ അതിന് പ്രാപ്തമാക്കിയത് എന്തായിരുന്നു? അത് സംശയലേശമന്യേ നമുക്ക് പറയാൻ കഴിയും. അത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനികമായ ജീവിതം എന്ന് പറയുന്നത് അതൊരു അബദ്ധ ജീവിതത്തിലേക്കുള്ള യാത്രയല്ല, മറിച്ച് നമ്മുടെ ലൈഫ് കൂളാക്കാൻ വേണ്ടി, നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിൽ അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനെ സമീപിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളിന്ന് ഓൺലൈൻ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനത്തെ നമ്മൾ എന്തിനെല്ലാമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇൻസ്റ്റയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കോഡും ഒമേഗിളും ഉൾപ്പെടെയുള്ള പുതിയ ചാറ്റിംഗ് സംവിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പബ്ജിയും കൗണ്ടർ സ്ട്രൈക്കും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതുപോലെയുള്ള പല വിധത്തിലുള്ള സംവിധാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു ഘടകമാണ്. ആ ഖുർആൻ നിങ്ങൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ക്യൂ സ്പോട്ട് എന്ന പേരിലുള്ള ഈ സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളും ഇതിൻ്റെ ഭാഗമായി മാറണം. വിശുദ്ധ ഖുർആനിൻ്റെ തീരത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ, ഖുർആൻ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ കഴിയും. നമ്മൾ ഇന്ന് കാണുന്ന ജീവിതമല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. അതിനേക്കാൾ മനോഹരമായ ഒരു ലോകത്തെ നിർമ്മിച്ചെടുക്കാനും അതിനേക്കാൾ മനോഹരമായ ഒരു വിജയത്തിൻ്റെ തീരത്തേക്ക് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോകാനും ഈ വിശുദ്ധ ഖുർആൻ നമ്മെ പ്രാപ്തമാക്കും. ആ ഖുർആൻ പഠിക്കാനുള്ള നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ അഭിരുചിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് ക്യൂ സ്പോട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്നത്. നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറണം. നിങ്ങളാണ് ഇതിനെ വിജയിപ്പിക്കേണ്ടത്. അതിലൂടെ ഒരു പുതിയ ലോകത്ത് നിർമ്മിക്കാൻ, പുതിയ ചരിത്രം എഴുതാൻ നമ്മൾ ഒന്നിച്ചുണ്ടാകണം എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഖുർആനിനെ സ്നേഹിക്കുന്ന ഖുർആനിൻ്റെ വക്താക്കളായി മാറുക.